Hello everyone, welcome to Kids Area Online. Class 5, Malayalam 2nd. Annual exam question paper നമുക്ക് നോക്കാം. Kids Area Online 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ആനുവൽ സ്കോളർ എക്സാം നടത്തുന്നുണ്ട്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം വരുന്നത്. അവധിക്കാലത്ത് കുട്ടികൾക്ക് വീട്ടിലിരുന്ന് ഒഴിവു സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ചെഴുതുന്ന രീതിയിലാണ് എക്സാം. ക്യാഷ് പ്രൈസാണ് ഓരോ ക്ലാസ്സിലെ വിജയികൾക്കും സമ്മാനമായി കിട്ടുന്നത്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിൻ്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ നമ്പറിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതിയാകും. ഇവിടുന്ന് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. 9746487799 ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സപ്പ് നമ്പർ. എല്ലാ വർഷവും ഉള്ളതുപോലെ തന്നെ ഈ അവധിക്കാലത്തും വെക്കേഷൻ ക്ലാസ്സസ് ഉണ്ട്. ഏപ്രിൽ 6-നാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി കൂട്ടി എഴുതാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് ആവശ്യമായ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് നൽകുന്നുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് കുട്ടികൾക്ക് നൽകുന്നുണ്ട്. അതുപോലെ 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ് ഉണ്ട്. മാത്സ് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് മാത്സ് ബേസിക് ക്ലാസ് ഉണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സപ്പ് നമ്പർ 9746487799. ഒന്നാമത്തെ ചോദ്യം വായിക്കാം എഴുതാം എന്നുള്ളതായിരുന്നു. കാട്ടുപൊന്തകളിലേക്ക് പോകാൻ തീരുമാനിക്കുമ്പോൾ ശരീര സൗന്ദര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. മുള്ളുകൾ വലിഞ്ഞ് പോറലുകൾ ഉണ്ടാവും. ചെടികൾ വകഞ്ഞു മാറ്റുമ്പോൾ മുഖത്ത് കമ്പടിച്ചേക്കാം. കാട്ടുവള്ളികളിലും കല്ലുകളിലും തട്ടിത്തടഞ്ഞു വീണ് പരിക്കേൽക്കാം. രോമമുള്ള ഇലകളും ചെടികളും ശരീരത്ത് തട്ടിയാൽ അവിടെ ചൊറിഞ്ഞു തടിക്കും. ഈറ്റയുടെയും തെരുവപ്പുല്ലിൻ്റെയും അരിമ്പ് കൊണ്ടാൽ മുറിഞ്ഞു ചോര പൊടിയും. തോട്ടപ്പുഴവും ഉറുമ്പും ചെറുജീവികളും കടിച്ചെന്നും വരാം. ഇതിനൊക്കെ പുറമെയാണ് മുള്ളു തറച്ചു കയറുന്നത്. നീറ്റലും വേദനയും ഒക്കെ ഉണ്ടായാലും കാടിനെ ശ്വസിക്കുമ്പോൾ എന്തൊരാനന്ദമാണ്. അപ്പോൾ ഇതാണ് ഒരു ഖണ്ഡിക. ഇതിൽ നിന്നും 5 ചോദ്യങ്ങളുണ്ട്. അതിന് ഉത്തരം എഴുതുക. ചോദ്യം: കാട്ടുപൊന്തകളിലേക്ക് പോകുമ്പോൾ നാം മനഃപൂർവ്വം മറക്കേണ്ടത് എന്തിനെ? ഉത്തരം ബി, ശരീര സൗന്ദര്യത്തെ. ബി ചോദ്യം: കാട്ടുപൊന്തകളിൽ പരിക്കേൽക്കാനുള്ള സാധ്യതകൾ എന്തെല്ലാം? കാട്ടുവള്ളികളിലും കല്ലുകളിലും തട്ടിത്തടഞ്ഞു വീഴുമ്പോൾ, ഈറ്റയുടെയും തെരുവപ്പുല്ലിൻ്റെയും അരിമ്പ് കൊണ്ട് മുറിയുമ്പോൾ, മുള്ളു തറച്ചു കയറുമ്പോൾ. എ, ബി, സി ഇത് 3ഉം ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ 4 A, B, C എന്നിവ ശരി. സി ക്വസ്റ്റ്യൻ: ശരീരം ചൊറിഞ്ഞു തടിക്കാൻ ഇടയാകുന്നത് എന്ത്? ഉത്തരം സി, രോമമുള്ള ഇലകൾ. ചെടികൾ വകഞ്ഞു മാറ്റുമ്പോൾ പ്രധാനമായും സംഭവിക്കാവുന്നത് എന്ത്? ഓപ്ഷൻ ബി, മുഖത്ത് കമ്പടിക്കും. ഈ ക്വസ്റ്റ്യൻ: കാട്ടുപൊന്തയിൽ കയറുമ്പോൾ എപ്പോഴാണ് ആനന്ദമുണ്ടാകുന്നത്? ഓപ്ഷൻ സി, കാടിനെ ശ്വസിക്കുമ്പോൾ. 2A, 2B, 2C ക്വസ്റ്റ്യൻ. 2A കുറിപ്പെഴുതാനാണ്. അവധിക്കാലം വരികയാണല്ലോ. അവധിക്കാലത്ത് കൂട്ടുകാർക്കൊപ്പം കളിക്കാൻ ആഗ്രഹിക്കുന്ന കളിയെക്കുറിച്ച് നിയമം ഉൾപ്പെടെ സൂചിപ്പിച്ച് കുറിപ്പ് തയ്യാറാക്കുക. 2B ക്വസ്റ്റ്യൻ കാര്യം കാരണം. കാര്യം: പൂന്തോപ്പിലെ രാക്ഷസിനെ കുറിച്ച് ഒരു 100 ചോദ്യം അമ്മയോട് ചോദിക്കും. കാരണം പൂക്കൾ അവനിഷ്ടമാണ്, രാക്ഷസനെ വെറുപ്പും. ഇതിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ്? കാര്യം തെറ്റ്, കാരണം ശരി, കാര്യം ശരി, കാരണവും ശരി, കാരണം തെറ്റ്, കാര്യവും തെറ്റ്, കാര്യം ശരി, കാരണം തെറ്റ്. ഇത് എടുത്തെഴുതുക. 2B ക്വസ്റ്റ്യൻ. 2C ക്വസ്റ്റ്യൻ പ്രസ്താവന 1: ഗ്രേറ്റ ട്യൂൻബർഗ് എന്ന 15 വയസ്സുകാരി ഭൂമിക്കും തലമുറകളുടെ ഭാവിക്കും വേണ്ടി സ്കൂൾ സമരം ആരംഭിച്ചു. പ്രസ്താവന 2: ഗ്രേറ്റ ട്യൂൻബർഗ് സ്കൂളിൻ്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ സ്കൂൾ സമരം ആരംഭിച്ചു. ഇതിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ്? രണ്ടും ശരിയാണോ, രണ്ടും തെറ്റാണോ? അത് കണ്ടുപിടിച്ചെഴുതാണ് 2C ക്വസ്റ്റ്യൻ. 3A അല്ലെങ്കിൽ 3B എഴുതിയാൽ മതി. 3A കഥാപാത്ര പരിചയം. അഫ്രോഡിറ്റി അവളെ കഠിനമായി ശകാരിച്ചു, ശപിക്കുകയും ചെയ്തു. എരിതീയിലുയിരോടെ എന്ന കഥയിലെ അഫ്രോഡിറ്റി ദേവി നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് അവരുടെ പ്രത്യേകതകൾ? ആ കഥാപാത്രത്തെ പരിചയപ്പെടുത്തി കുറിപ്പെഴുതുക. ബി ക്വസ്റ്റ്യൻ വിശകലനക്കുറിപ്പ്. ജീവിതശൈലിയിൽ കൊണ്ടുവരുന്ന കൊച്ചു കൊച്ചു മാറ്റങ്ങൾക്ക് പോലും മലിനീകരണം വലിയ അളവിൽ കുറയ്ക്കാൻ കഴിഞ്ഞേക്കാം. ഭൂമിയുടെ നിലനിൽപ്പിന് പരിസ്ഥിതി സംരക്ഷണം അത്യാവശ്യമാണെന്ന് ഭൂമിക്ക് വേണ്ടി എന്ന പാഠഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തന്നിരിക്കുന്ന വാചകത്തെ വിശകലനം ചെയ്ത് കുറിപ്പെഴുതുക.
4A ക്വസ്റ്റ്യൻ അഭിപ്രായക്കുറിപ്പാണ്. കാലാവസ്ഥ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി സ്കൂൾ ഉപേക്ഷിച്ച ഗ്രേറ്റ ട്യൂൻബർഗിനെ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഭൂമിക്ക് വേണ്ടി സ്കൂൾ സമരം ആരംഭിച്ച ഗ്രേറ്റയുടെ ഈ പ്രവൃത്തിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കുറിപ്പായി എഴുതുക. അല്ലെങ്കിൽ 4B പഴഞ്ചൊൽ വിശകലനമാണ്. തലയ്ക്കുമീതെ വെള്ളം വന്നാൽ അതുക്കുമീതെ തോണി. ഈ പഴഞ്ചൊല്ലിൻ്റെ ആശയവുമായി ഐക്കമത്യ മഹാബലം എന്ന പഴഞ്ചൊല്ലിന് സാമ്യമുണ്ടോ? ഒന്നല്ലൊരു കോടി മാവേലിമാർ ഭൂമിക്ക് വേണ്ടി എരിതീയിലുയിരോടെ എന്നീ പാഠഭാഗങ്ങളിലെ ആശയങ്ങൾ ഉൾക്കൊണ്ട് ഈ പഴഞ്ചൊല്ലുകളെ വിശകലനം ചെയ്യുക. 5ാമത്തെ ക്വസ്റ്റ്യൻ താരതമ്യക്കുറിപ്പാണ്. അമൽ എപ്പോഴും സന്തോഷമുള്ള കുട്ടിയാണ്. സ്കൂളിലും വീട്ടിലും കളിസ്ഥലത്തുമെല്ലാം കളിച്ചും കുസൃതി കാട്ടിയും പാറിപ്പറന്ന് നടക്കും. അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും ചെറിയ ചില പരുക്കുകളും അവനുണ്ടാകും. വിശാൽ സ്കൂളിലും വീട്ടിലും അധികം സംസാരിക്കാറില്ല. ഒഴിവ് സമയങ്ങളിൽ ലാപ്ടോപ്പ് തുറന്നു വെച്ച് അതിലേക്ക് നോക്കിയിരിക്കും. മുറിയിൽ നിന്ന് അധികം പുറത്തിറങ്ങാറില്ല. മുഖത്തെ കട്ടിക്കണ്ണട അവന് പ്രായത്തിൽ കവിഞ്ഞ ഗൗരവം നൽകി. ഈ 2 കുട്ടികളുടെയും സ്വഭാവ സവിശേഷതകളെ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. 6ാമത്തെ ചോദ്യം കത്താണ്. നഗരത്തിൽ 15 വയസ്സുകാരി പെൺകുട്ടിയുടെ സ്കൂൾ സമരം അതിനോടകം വലിയ ചർച്ചയായി. ഭൂമിക്ക് വേണ്ടി എന്ന പാഠഭാഗത്തിൽ സ്വീഡൻ പാർലമെന്റിന് മുന്നിൽ സമരം ചെയ്ത ഗ്രേറ്റയെ അറിയാമല്ലോ. നിങ്ങളുടെ സുഹൃത്തിന് ഗ്രേറ്റയെ പരിചയപ്പെടുത്തിക്കൊണ്ടൊരു കത്തെഴുതുക. ഇതായിരുന്നു 6ാമത്തെ ചോദ്യം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.